എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലത്തെ ഒരു ബാഗാണ് കേട്ടോ തയ്ക്കുന്നത്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ നമുക്ക് ഈ ഒരു ബാഗ് തയ്ച്ചെടുക്കാൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബാഗൊന്ന് നമുക്ക് തയ്ച്ചെടുത്താലോ. ബാഗ് തയ്ക്കാനായിട്ട് 2 പീസ് തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ചുരിദാറിനൊക്കെ നെക്ക് തയ്ക്കുന്ന നമ്മുടെ കാൻവാസാണ് ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ നീളവും വീതിയും ഒന്ന് പറയാവേ. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് നീളം വന്നിട്ട് 16 ഇഞ്ചാണ് കേട്ടോ. 16 ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിയാണ് വരുന്നത് ഇതിന് കേട്ടോ. അപ്പോൾ 2 പീസ് തുണി എടുത്തിരിക്കുന്നത് 16 ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേറെ 2 പീസ് തുണിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ മേൽഭാഗത്ത് നമുക്ക് ഇച്ചിരി വീതിയിൽ നമ്മുടെ സ്കേർട്ടിൻ്റെയൊക്കെ പടി കൊടുക്കുന്ന പോലെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 13 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ 2 പീസ് ബ്ലാക്ക് കളർ തുണി അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്നാ ചെയ്യണമെന്ന് അറിയാമോ, ഈ 2 പീസ് ബാഗിനുള്ള തുണി ഒരുമിച്ച് എടുത്തിട്ട് അതിങ്ങനെ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഒരു ഭാഗത്തുനിന്ന് ഇതാ സൈഡിൽ നിന്ന് താഴ്വശം ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതാ താഴ്വശം ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ താഴ്വശം വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്, റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് താഴ്വശം വരുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബാഗിൻ്റെ തുണിയുടെ മേൽ വശത്തുനിന്ന് ഇതുപോലെ ഒരു ചെറിയ ഒരു 3-4 പ്ലീറ്റ് ഇങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് എടുക്കണം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് നമുക്കതാണ്. അപ്പോൾ ഇതാ മേൽ വശത്തുനിന്ന് ചെറുതായിട്ടൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് ഒരു 4 പ്ലീറ്റ് ഒന്ന് എടുത്ത് കൊടുക്കാം. ഈ ബാഗിൻ്റെ മേൽ വശം വരുന്ന ഭാഗമാണേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തു. കുറച്ചുകൂടെ മുന്നോട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുത്തു. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. ബാഗിൻ്റെ ഒരു പീസ് തുണിയും കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു 3-4 പ്ലീറ്റ് ഇതുപോലെ ആ മേൽ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് എടുക്കണേ. ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ 13 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിക്ക് എടുത്ത് ആ തുണിയുടെ ഒപ്പം ഉണ്ടോ എന്ന് നോക്കണം. ആ ഒരു തുണിയുടെ അളവിലാണ് നമുക്ക് ഈ തുണി ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് കഴിയുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 2 പീസും ഇതുപോലെ ഒന്ന് പ്ലീറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 പീസും അതേപോലെ തന്നെ മേൽഭാഗം ഒന്ന് പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്ലാക്ക് കളർ തുണി എടുക്കാം കേട്ടോ. 13 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയിലുള്ള ആ ഒരു തുണി എടുത്ത് ഇതുപോലെ താഴ്വശത്ത് വയ്ക്കുക. മേളിലേക്കായിട്ട് ഇതുപോലെ വയ്ക്കുക കേട്ടോ. ആ പ്ലീറ്റ് എടുത്ത ആ ഒരു തുണി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. ഫുള്ളായിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ബ്ലാക്ക് കളർ തുണി നമുക്ക് ഇച്ചിരി വീതിയിൽ ഇതുപോലെ വീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇനി നല്ല വശത്തൂടെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ. അത് ഉൾഭാഗത്തേക്ക് മടക്കി കൊടുത്തിട്ട് നല്ല വശത്തൂടെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത പോലെ തന്നെ ബാഗിൻ്റെ അടുത്ത വശത്തെ ആ ഒരു തുണിയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ അടുത്ത പീസും അങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ അത് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല. ഒരു പീസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ 2 പീസ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ഉൾഭാഗത്ത് നമുക്കൊരു വലിയൊരു പോക്കറ്റ് അങ്ങ് കൊടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നീളം വരുന്ന 14 ഇഞ്ച് കേട്ടോ. താഴോട്ടുള്ള വീതി വരുന്നത് 13 ഇഞ്ച്. നമുക്ക് ഈ തുണിയുടെ മേളിൽ നിന്ന് താഴോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ലെവലായിട്ടൊരു വര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ആ ഒരു നീളത്തിൽ തന്നെയുള്ളൊരു സിബ് വേണം കേട്ടോ. സിബ് എടുത്തിട്ട് നമുക്ക് സിബ് ഇങ്ങനെ നടുക്കായിട്ട് വരുന്ന രീതിയിൽ തയ്ച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്ക് സിബ് ഇപ്പം തുണിയുടെ നല്ല ഭാഗത്തേക്ക് സിബ് ഇങ്ങനെ മറച്ചാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മറിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നിവർത്തുമ്പോഴത്തേക്കും ആ സിബ് ഇങ്ങനെ നേരെ വരും. ഇനി അതിൻ്റെ ആ സൈഡിൽ കൂടെ തയ്ച്ച നല്ല ഭാഗത്തൂടെ ഒന്ന് പതിച്ചു കൊടുത്തേക്കണം സിബിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു തുണിയെടുത്ത് സിബിൻ്റെ അടുത്ത ഭാഗത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ തുണി ഒന്ന് നല്ല വശമാക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കുക. അതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് പതിച്ചുകൂടെ തയ്ച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള തുണിയിൽ സിബ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയുടെ മേൽഭാഗം ഇതുപോലൊന്ന് മടക്കി ഒന്ന് തയ്ക്കാം. ഇതുപോലൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ നേരെ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് നല്ല ഭാഗമായിട്ട് വെച്ചിരിക്കുകയാണ് ആ മടക്കി തയ്ച്ചിട്ട് ഉൾഭാഗത്തേക്ക്. ഈ ബാഗിൻ്റെ ഒരു പീസ് തുണി എടുത്തിട്ട് ആ മേളിൽ ബ്ലാക്ക് കളർ തുണി കൊടുത്തേക്കുന്നുണ്ടോ, ആ ഒരു ഭാഗം നമുക്ക് മേളിലോട്ട് നിൽക്കണം. അതിൻ്റെ താഴ്വശത്ത് നിർത്തിയിട്ട് വേണം നമ്മൾ ആ സിബ് പിടിപ്പിച്ച തുണി ഇങ്ങനെ താഴെയായിട്ട് വയ്ക്കാൻ. എന്നിട്ട് ഈ ബ്ലാക്ക് കളർ തുണിയുടെ ആ മേളിൽ ആ പടി പിടിപ്പിച്ച ആ ഭാഗത്തോടെ തന്നെ നല്ല വശത്തോടെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ടോ, ഇതുപോലെ തന്നെ നല്ല ഭാഗത്തോടെ
ആ ഒരു പടി വന്നേക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ടാണ് സിബ് പിടിപ്പിച്ച തുണി താഴെ വെച്ചിട്ട് മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ ഇതാ ഉൾഭാഗത്ത് ഇങ്ങനെ വരും നമ്മൾ ആ പോക്കറ്റ് പിടിപ്പിച്ച തുണി കേട്ടോ. ആ പോക്കറ്റ് പിടിപ്പിച്ച തുണിയും നമ്മുടെ ബാഗിൻ്റെ തുണിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മൂന്നരികും കൂടെ ഇതാ ഇങ്ങനെ റൗണ്ടായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ പോക്കറ്റ് പിടിപ്പിച്ച തുണിയും നമ്മുടെ ബാഗിൻ്റെ തുണിയും കൂടെ ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ പോക്കറ്റ് പിടിപ്പിച്ച തുണി കുറച്ച് മുന്നോട്ട് താഴെ വശമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അത് റൗണ്ട് രീതിയിൽ അങ്ങ് ലെവൽ ചെയ്യണം. ഇതാ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഉൾഭാഗത്ത് വലിയൊരു പോക്കറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ബാഗാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ബാഗാണെങ്കിലും നമുക്ക് മൊബൈലും പൈസയൊക്കെ വെക്കാനായിട്ട് ബാഗിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ഒരു പോക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണല്ലേ. അപ്പോൾ ഇതാ വലിയൊരു പോക്കറ്റാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാഗിനുള്ള വള്ളി ഒന്ന് നമുക്ക് രണ്ട് സൈഡിലായിട്ട് പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ വള്ളി ഇവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വള്ളിയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല 19 ഇഞ്ച് നീളത്തിലാണേ, 1 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാഗിൻ്റെ ഇത് മേൽ വശത്തു നിന്ന് നമുക്കൊരു 4 ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതാ രണ്ട് സൈഡിൽ നിന്ന് 4 ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് നമുക്ക് ഈ വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. ഇതാ വള്ളിയുടെ തുമ്പ് ഒരു ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒരു സൈഡ് ഇതാ ഇതുപോലെ വെക്കുക കേട്ടോ. മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വെക്കുക. വള്ളിയുടെ അടുത്ത തുമ്പെടുത്തിട്ട് ആ മാർക്ക് ചെയ്ത അടുത്ത ഭാഗത്തേക്ക് ആ തുമ്പ് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ വെക്കുക. ആ വള്ളിയുടെ താഴ്വശം മാത്രം ഒന്ന് സ്ക്വയറായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇതാ രണ്ട് ഭാഗത്ത് ഇതാ വള്ളി സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് പീസും കൂടെ ഒന്നിച്ച് ഇതാ ഇതുപോലെ വെക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മൂന്നരവും കൂടെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം. ഇതാ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് അടുത്ത സൈഡിലേക്ക് മേളിൽ വരെ സ്റ്റിച്ച് ചെയ്ത് കയറി വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ആ തയ്യൽ തുമ്പ് കാണണ്ടെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് ഒരു തുണി എടുത്തിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെറിയ വീതിയിൽ മടക്കി തയ്ച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തയ്യൽ തുമ്പ് കാണാതിരിക്കും കേട്ടോ ഉൾഭാഗത്തുള്ള. അപ്പോൾ ഞാൻ ഇതിലങ്ങനെ ചെയ്ത് കാണിക്കുന്നില്ല, എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ബാഗ് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബാഗാണ്, ഡെയിലി യൂസിന് പറ്റിയ അടിപൊളി ഒരു ബാഗല്ലേ. അപ്പോൾ നമുക്ക് ഏതൊരു തുണിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ. ബാഗൊന്നും തയ്ച്ച് നോക്കാത്തവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ബാഗ് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്ത് വലിയൊരു പോക്കറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മൊബൈലും പൈസയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി സ്റ്റൈലിനൊരു ബാഗാണ്, സിമ്പിളായിട്ടുള്ളൊരു ബാഗുമാണ്. അപ്പോൾ നമുക്ക് പൈസ ചിലവില്ലാതെ ഇതുപോലത്തെ നല്ല തുണി കൊണ്ടുള്ള ബാഗുകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ബാഗാണ് കേട്ടോ. നല്ലൊരു ഫാഷൻ ഒരു ബാഗാണ്, സിമ്പിളായിട്ടുള്ളൊരു ബാഗുമാണ്. അപ്പോൾ ഇതുപോലത്തെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ബാഗ് തയ്ച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു ബാഗ് തയ്ച്ച വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്കായിട്ട് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ പുതിയ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.